നമ്മൾ കുഞ്ഞിൽ മുതൽ കേട്ട് വളർന്നത് എന്താണ്? ആരെയും ദ്രോഹിക്കരുത്, ആർക്കും ഒരു ദോഷം വരുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ല. പക്ഷേ എങ്കിലും നമുക്ക് ആരെയും ദ്രോഹിക്കാനോ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ദ്രോഹം വെച്ച് പുലർത്താനോ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. നമുക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം വന്നാൽ കൂടിയും നമ്മൾ അന്നേരം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അത് അവിടെ തീരും. നമുക്കത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ അങ്ങനെയുള്ള നമ്മളുടെ നെഞ്ചിലേക്കായിരിക്കും ഓരോരുത്തർ ചവിട്ടി കയറുന്നത്, ശരിയല്ലേ? പക്ഷേ എങ്കിൽ അവർ നമ്മളോട് അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നമുക്ക് അവരോട് അതേ രീതിയിൽ പ്രതികാരം ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം വെച്ചാൽ കുഞ്ഞിലെ മുതൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത് വേറൊരാൾക്കൊരു ദ്രോഹം ചെയ്യരുത്, വേറൊരാൾക്കൊരു ദോഷം വരുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെയല്ലേ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ നമ്മളാൽ സാധിക്കത്തുമില്ല. പക്ഷേ എങ്കിൽ അങ്ങനെയുള്ള നമ്മളിലേക്കായിരിക്കും പ്രശ്നങ്ങൾ വരുന്നതും ഓരോരുത്തരും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾക്ക് നമ്മളെ കുറ്റപ്പെടുത്തുന്നതും. അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ശരി അയ്യോ പാവമല്ലേ ശരി പോട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നിടത്ത് അവർ നമ്മുടെ തലയിൽ ചവിട്ടി കയറുന്നത്. എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രതികരിക്കാതിരിക്കുന്നിടത്തായിരിക്കും അവർ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത്. നമ്മൾ അയ്യോ പോട്ട് ശരി വിട് കുഴപ്പമില്ല, പക്ഷേങ്കിൽ അവരുടെ ആവശ്യം കഴിയും വരെ നമ്മളുടെ അടുത്ത് ചക്കരെ പൊന്നെ തേനെ എന്ന് പറഞ്ഞിരിക്കും. പക്ഷേങ്കിൽ ആ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ നിന്നെ കണ്ടതാരെന്ന് പറയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറയണം.